ഇനി നമുക്ക് പോകേണ്ടത് ഈ ബജറ്റിന്റെ ഒരു പൊതു നിരീക്ഷണത്തിലേക്കാണ്. സംസ്ഥാനത്തിന് തീർത്തും അവഗണന ലഭിക്കുമ്പോൾ കേന്ദ്ര ബജറ്റിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് ലിജോ വർഗീസ് കൂടുതലായി പറഞ്ഞു തരും. ലിജോ, ഇക്കാര്യത്തിൽ നമുക്ക് സംസ്ഥാനത്തിന് പൂർണ്ണമായിട്ടുള്ള അവഗണന, അതിനെപ്പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും അല്പം മുമ്പ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഐതിഹാസിക ബജറ്റ് എന്നാണ്. തൊഴിലവസരങ്ങൾ നിറയുള്ള യുവശക്തി എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്ന തരത്തിലാണ്. യുവാക്കൾക്ക് അതിപ്രാധാന്യം നൽകുന്ന തരത്തിൽ അവസരങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഐതിഹാസിക ബജറ്റ് എന്ന് പറഞ്ഞു വെക്കുന്ന ഇന്നത്തെ ഈ ബജറ്റിൽ പൊതുവായ നിരീക്ഷണങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അത് ഏത് നിലയ്ക്ക് വരും ലിജോ? സംഗീത, ഇത് യുവാക്കളെയും അതുപോലെ തന്നെ വനിതകളെയും കർഷകരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബജറ്റ് അവതരണത്തിനിടയിൽ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ തരത്തിലാണ് ഈ ബഡ്ജറ്റിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള പദ്ധതി വിഹിതമോ അല്ലെങ്കിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളിലേക്ക് പണം എത്തുന്ന തരത്തിലേക്ക് പദ്ധതികളെ ക്രമീകരിക്കുകയും ആ തുക കേന്ദ്ര സർക്കാരിൻ്റെ തുക എന്ന നിലയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിലാണ് ഈ ബജറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അതായത് 5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ താമസിക്കുന്ന വലിയ നഗരങ്ങളിൽ ഉള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ തോതിലുള്ള തുക നീക്കിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 12,20,000 കോടി രൂപയാണ് ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുക. ഇത് പക്ഷേ ഏതൊക്കെ നഗരങ്ങളിൽ എന്നത് സംബന്ധിച്ച് ആ കാര്യങ്ങൾ ഈ ബജറ്റ് പ്രസംഗത്തിനിടയിൽ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിട്ടില്ല. അതിൽ തന്നെ ഈ പിൽഗ്രിം സിറ്റികൾ, അത് അത്തരത്തിലുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള നഗരങ്ങളിലും ഈ പദ്ധതി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മറ്റൊന്ന്, കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ തന്നെ AI സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിള ലഭിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്നുള്ളത് ഭാരത് വിസ്താർ എന്നുള്ളതാണ്. അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബഹുഭാഷ AI ആണ്. അത് കർഷകരുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അത് വളം, അതോടൊപ്പം തന്നെ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഷീമാർട്സ് ആണ്. അത് നഗരങ്ങളിലുള്ള വനിതകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല പദ്ധതികളും, പ്രത്യേകിച്ച് കർഷകർക്കുള്ള വർഷം 6,000 രൂപ നൽകുന്ന പദ്ധതി, അത് PM കിസാൻ എന്ന പേരിലാണ്. ആ പദ്ധതി നേരിട്ട് കേന്ദ്ര സർക്കാർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വനിതകൾക്കോ അല്ലെങ്കിൽ യുവാക്കൾക്കോ ഒക്കെ ഉള്ള ഇത്തരം പദ്ധതികൾ നേരിട്ട് അവരിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് എത്തിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കുറെ കൂടി യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതുതലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് AI അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹായിക്കുന്നതിന് വേണ്ടി 15,000 സ്കൂളുകളിലും 500 കോളേജുകളിലുമായി പുതുതായി കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ, AVGC കണ്ടന്റ് ക്രിയേറ്റ് ലാബുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനമുള്ളത്. അതായത് ഓറഞ്ച് ഇക്കണോമി എന്ന നവസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പദ്ധതികളും അതിൽ ആ ഇക്കണോമി കൂടുതൽ വികസിപ്പിക്കുന്നതിനും അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ വാല്യൂ ടൂറിസം എന്ന നിലയിൽ അത് കൂടുതൽ ആയുർവേദം, യോഗ തുടങ്ങിയവയെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ ടൂറിസം പദ്ധതികൾ. അതിൽ തന്നെ 3 ആയുർവേദ എയിംസ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, എവിടെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കേരളത്തിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഈ അതിവേഗ റെയിൽവേ കോറിഡോർ എന്നത് വലിയ തരത്തിൽ, പ്രത്യേകിച്ച് അത് മഹാരാഷ്ട്രയും അതിന് ശേഷം താഴേക്കാണ് അത് വരുന്നത്. അത് മുംബൈ പൂനെ ആണ്. അതിനുശേഷം മുംബൈ ഹൈദരാബാദ് ചെന്നൈ, ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങിയ ഈ മഹാരാഷ്ട്രയ്ക്ക് താഴേക്കുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റെയിൽവേ കോറിഡോറുകളാണ്. അത് അതിവേഗ റെയിൽവേ കോറിഡോർ, അത് വലിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന, വലിയ തരത്തിലുള്ള മുടക്ക് വരുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ്. അത് വലിയ തരത്തിലുള്ള മാറ്റം മധ്യ ഇന്ത്യയിൽ ഉണ്ടാക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ തരത്തിൽ
അവതരണത്തിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പൊതുവിൽ ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതവും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതികൾ എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളെന്നും അത് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പണം എന്ന നിലയിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെല്ലുന്ന, അത് കുറെ കൂടി രാഷ്ട്രീയമായി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃതവും കേന്ദ്രീകൃതവുമായ പദ്ധതികളിലേക്ക് ആണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയുന്നതായോ കാര്യം. ശരി ലിജോ, അതാണ് ബജറ്റിന്റെ ഒരു പൊതു നിരീക്ഷണമായി വരുന്നത്. എന്താണെങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംവിധാനത്തിൽ നിന്ന് എല്ലായിടത്തേക്കും കാര്യങ്ങളെ എത്തിക്കുക, ആ തരത്തിൽ പുതിയ പദ്ധതികളെ ആവിഷ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓരോ സംസ്ഥാനങ്ങൾക്കും ഇൻഡിവിജ്വലി കിട്ടുന്ന കാര്യങ്ങളിൽ കുറവുണ്ട്. അതിൽ തീർത്തും ഉള്ള അവഗണനയാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി അതിൽ വില കുറയുന്ന ചില കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നമ്മൾ അല്പം മുമ്പ് ലിജോ സൂചിപ്പിച്ചു പോയിരുന്നു, അതിൽ 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രമേഹ മരുന്നുകൾക്കൊക്കെ വില കുറയുന്നുണ്ട്. 3 പുതിയ ആയുർവേദ എയിംസ് ബജറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏതൊക്കെ കൂടുതൽ കാര്യങ്ങൾക്ക് വില കുറയുമെന്ന് ആസിഫ് മുഹമ്മദ് കൂടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരും. ആസിഫ്, ഈ വില കുറയുന്നവ ഏതൊക്കെയാണ്? ഈ മരുന്നുകളുടെ വിലക്കുറവ് അത് ഏതൊരു സാധാരണക്കാരനും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ അല്പം കൂടി ഒന്ന് വിശദമായി നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വില കുറയുന്നവ? ആസിഫിലോട്ട് വരാം. ഏതാണെങ്കിലും ഈ നൈരാശ്യകരമായ ബജറ്റിൽ ആകെയുള്ളൊരു ആശ്വാസം ഈ പറയുന്നത് പോലെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയുന്നതാണ്. അതുപോലെ തന്നെ 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. 3 ആയുർവേദ എയിംസ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാഞ്ചിയിൽ നിംഹാൻസ് വരുന്നത് എന്നുള്ളതൊക്കെ അവിടെ ആശ്വാസകരം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളായിട്ട് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അത് തീർത്തും അവഗണനയുടെ ഒരു മട്ടിലേക്ക് വരുന്നത്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ വളരെയധികം കാര്യത്തിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അവിടെ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപം അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസിഫ് കൂടുതലായി പറഞ്ഞു തരും വില കുറയുന്നവ ഏതാണെന്ന്. ആസിഫ്, ഈ മരുന്നുകളുടെ വിലക്കുറവ് എത്രയും പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ വില കുറയുന്ന മറ്റ് ഘടകങ്ങൾ കൂടിയുണ്ടോ? എന്താണ് ബജറ്റിലെ ആ മേഖല? സംഗീത, തീർച്ചയായും ഈ ക്യാൻസർ രോഗമരുന്നുകളുടെ വിലക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 17 ക്യാൻസർ മരുന്നുകളുടെ നികുതിയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും 17 മരുന്നുകൾക്ക് വില കുറയുക എന്ന് പറയുന്നത് അത് രോഗികളെ സംബന്ധിച്ച വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. പ്രമേഹ രോഗവും ഇതിന് സമാനമായ രീതിയിൽ 7 മരുന്നുകളുടെ നികുതി ഒഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 വിഭാഗങ്ങളിൽപ്പെട്ട മരുന്നുകൾക്ക് സ്വാഭാവികമായും വില കുറയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാൻ കഴിയുന്നത്. പിന്നീട് മൈക്രോവേവ് ഉപകരണങ്ങളുടെ നികുതിയും കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മൈക്രോവേവ് ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയാൻ സാധ്യതയുള്ള പട്ടികയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. ഇനി വില കുറയുന്ന വസ്തുക്കൾ പരിശോധിക്കുകയാണെങ്കിൽ EV ബാറ്ററിയുടെ വില കുറയും, സീ ഫുഡിൻ്റെ വില കുറയും, ലെതർ ചെരുപ്പിൻ്റെ വില കുറയും, സോളാർ പാനലിൻ്റെ വില കുറയും, കായിക ഉപകരണങ്ങളുടെ വില കുറയും. ഇതാണ് നമുക്ക് പ്രധാനമായും എടുത്തു പറയാൻ കഴിയുന്ന വില കുറയുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. വില കൂടുന്നത് സിഗരറ്റിനും മദ്യത്തിനും സ്വാഭാവികമായി എല്ലാ ബജറ്റ് വരുമ്പോഴും അധിക തീരുവ ഏർപ്പെടുത്തുകയും വില കൂടുകയും ചെയ്യാറുള്ളതാണ്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. സിഗരറ്റിനും മദ്യത്തിനും വില കൂടുന്ന പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, വിദേശ യാത്രാ നിരക്ക് കുറയാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് ഈ ഒരു ബജറ്റ് വരുമ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 5% നിന്ന് നികുതി 2% കുറച്ച ഒരു സാഹചര്യത്തിലാണ് വിദേശയാത്രയുടെ നിരക്കിൽ ചെറിയ കുറവ് വരാനുള്ള ഒരു സാഹചര്യമുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്ലൗഡ് സർവീസുകൾക്ക് ഏർപ്പെടുത്തുന്ന നിരക്കിലും കുറവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്ന ക്ലൗഡ് സർവീസുകളുടെ നികുതിയും കുറവ് വരുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതാണ് പ്രധാനമായും നികുതി കുറയുന്ന വസ്തുക്കളായി അല്ലെങ്കിൽ വില കുറയുന്ന വസ്തുക്കളായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇത്തവണ പതിവ് പോലെ നമുക്കൊരു നീണ്ട പട്ടിക പറയാനില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സംഗീത. ശരി ആസിഫ്.